ഒൺലി അല്ലാഹ്. അതാണ് ആ ചെറിയ സൂറത്തിന്റെ മഹത്വം. ഈ പരിശുദ്ധ ഖുർആനിലെ വേറെ വലിയൊരു സൂറത്തുകൾക്കൊന്നുമില്ല. എന്തിനെന്നറിയോ? എല്ലാ കുഞ്ഞു കുട്ടികളുടെ കൽബിന്റെ ഉള്ളിൽ ഈ സൂറത്ത് ഉണ്ടാകണം, അവനത് പഠിക്കണം. അതുകൊണ്ടാണ് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയതിന്റെ കൂലി കിട്ടും. കാരണം എന്താണെന്നറിയോ? അതിൽ അള്ളാഹയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അക്ബർ. അള്ളാഹയെ കുറിച്ച് അല്ലാതെ അതിനകത്ത് ചർച്ചയില്ല. നബിയെ പറയണേ, അല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അവൻ ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, അവനിലേക്കാണ് സർവരും എല്ലാവരും ആശ്രയിക്കുന്നത്. നബിയേ, നമ്മുടെ ഇവിടെയൊക്കെ ആൾ ദൈവം ഉണ്ടല്ലോ, ആൾ ദൈവം. ആൾ ദൈവത്തിന് രാവിലെ 8 മണിക്ക് ദോശയും സാമ്പാറും കിട്ടിയില്ലെങ്കിൽ ആൾ ദൈവം വിശക്കും. ദോശയും സാമ്പാറും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇഡ്ഡലിയും ചട്ടണിയും ഇല്ലെങ്കിൽ ആൾ ദൈവം എവിടെ പോയി? അഘോരി ദൈവങ്ങളൊക്കെ എവിടെ പോയി? അഘോരി മുണ്ടില്ലാത്തവരൊക്കെ മുന്നിൽ പോയി കിടന്നിട്ട് ഈ വിവരമില്ലാത്തവന്മാർ ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഈ കുമ്പിടുന്നൊക്കെ ജനങ്ങളെ മാഫി മാഫി. അല്ലാഹു അക്ബർ. അത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു. ഞാൻ ഒരു മണിയടിക്കുന്ന ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, എന്ത് മണി? അത് ദൈവം ഉറങ്ങുന്നു, ഉണർത്താനാണ് മണിയടിക്കുക. അമ്പലത്തിലും അങ്ങനെയാണ്. അപ്പൊ അള്ളാഹെ കുറിച്ച് പറഞ്ഞ എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അടുത്ത ഓത്, ഉറക്കെ ഓത് പ്രസിഡന്റ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. നമ്മുടെ പോയിന്റ്, മണി അടിക്കണ്ട. അതാ അള്ളാന്റെ പോയിന്റ്. അള്ളാഹ്ക്ക് ഉറക്കവും ഇല്ല, മയക്കവും ഇല്ല, തൂക്കവും ഇല്ല. അതുകൊണ്ട് നിങ്ങളാരും മണി അടിക്കണ്ട, നേരെ പള്ളി പോയാൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളവർ ഉറങ്ങുന്നില്ല അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. നമ്മളൊക്കെ ദൈവമുണ്ട്, ഏകനായ ദൈവം അല്ലാതെ മനുഷ്യ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യർക്ക് എങ്ങനെ ദൈവമാകാൻ പറ്റും? അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവനെങ്ങനെ ദൈവമാകാൻ പറ്റും? ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കമോ ഒരു ചെറിയ മയക്കമോ അശ്രദ്ധയോ അല്ലാഹ്ക്ക് ഇല്ല. അവൻ പരിശുദ്ധനാണ്, അവൻ അജയ്യനാണ്, അവൻ അതിപരാശക്തിയാ, അവൻ ഏകനായ റബ്ബാണ്, അവൻ നിരാശ്രയനാണ്. അല്ലാഹു സമദ്. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമന്മാരായി ആരും തന്നെയുമില്ല. ഇന്നിവിടെയുള്ള മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്നവര് അവർക്കൊക്കെ വാപ്പമാരാണ്, ഉമ്മമാരാണ് അല്ലേ? ഇന്നത്തെ ഏത് വാപ്പായി ഉമ്മായി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദൈവം, മനുഷ്യ ദൈവം ഇന്ന് ലോകത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടോ? ഇല്ല. അവർക്കൊരു വാപ്പ ഉണ്ടാകും, അവർക്കൊരു ഉമ്മ ഉണ്ടാകും, ഒരു അച്ഛനുണ്ടാകും, ഒരു അമ്മ ഉണ്ടാകും, ഒരു മമ്മി ഉണ്ടാകും, ഒരു ഡാഡി ഉണ്ടാകും, ഒരു ഫാദർ ഉണ്ടാകും, ഒരു മദർ ഉണ്ടാകും. എന്നാൽ അള്ളാഹ്ക്കോ ഫാദറും ഇല്ല, മദറും ഇല്ല, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, അവ ആരെയും പ്രസവിച്ചിട്ടുമില്ല. അവന് സമന്മാരായിട്ട് ആരുമില്ല. അള്ളാഹ്ക്ക് അല്ല മാത്രം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആരുമില്ല, അല്ലാഹ് മാത്രം. അതുകൊണ്ട് ഈ അള്ളാഹെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഇഖ്ലാസ്, അതിന് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര എഫക്റ്റാണ്. 313 പ്രാവശ്യം ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ദിവസം ഓതിയിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം വെച്ച് നിങ്ങൾ ദുആ ചെയ്യും. 41 ദിവസം ദുആ ചെയ്യും. സൂറത്തുൽ ഇഖ്ലാസ് 313 പ്രാവശ്യം ദിവസം ചൊല്ലി. 100 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ചൊല്ലിയിരിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 3 പ്രാവശ്യം ഓതുമ്പോൾ ഖുർആൻ മൊത്തം ഓതിയവരെ പോലെയാവും. പക്ഷേ ഖുർആൻ അതാണ്.
അതിന്റെ മാസ്മരിക ശക്തി അതാണ്. നിങ്ങൾ ഓതി നോക്ക്, നിങ്ങളെ സകല വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. കാരണം അള്ളാഹെ കുറിച്ച് മാത്രമാണ് അതിൽ ചർച്ച, വേറൊരു ചർച്ച അവിടെ ഇല്ല. അതുകൊണ്ട് അള്ളാഹെ പഠിക്കും. उलमाए देवबंद हक गो